ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അൽബഹേറ ഫാമിനെ പറ്റി പറഞ്ഞായിരുന്നു, ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഡീറ്റെയിൽ വീഡിയോ ആണ്, എല്ലാവരും കാണുക. നമ്മുടെ കുവൈറ്റിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫാമാണിത്. ഇതിന് ബ്ലൂ ലേക്ക് ഫാം എന്ന് നമ്മൾ പറയും. വളരെ മനോഹരമായിട്ടൊരു ഫാമാണ് കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ നേരെ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയായിരുന്നു. ഏകദേശം 3 ദിനാറാണ് അതിൻ്റെ ടിക്കറ്റ് ചാർജ്. കുറേ നാൾ മുമ്പൊക്കെ ഫ്രീ ആയിരുന്നു, 2KD ആയിരുന്നു എന്നൊക്കെ പറയും. എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ മനോഹരമായി തന്നെ അൽബഹേറ അവർ നന്നായിട്ട് പുല്ലിൽ തീർത്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു. പല കളറുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ ഫാമിലേക്ക് പോവുകയാണ്. ഇത് ബ്രോക്കോളിയുടെ ആണ് കേട്ടോ. ബ്രോക്കോളിയുടെ ആണ് ഇവിടെ എല്ലാവരും കൂടെ ഇവർ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ടൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ കൃഷി ചെയ്യുന്നതൊന്നും. അപ്പോൾ അതൊക്കെയാണ് ബീട്രൂട്ടിൻ്റെ ഏരിയയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ല അടിപൊളി ഒരു ഫാമാണ് കേട്ടോ. ഇത് നമ്മുടെ ക്യാബേജാണ് കേട്ടോ. ക്യാബേജ് തന്നെ കുറച്ചൊക്കെ വാടിപ്പോയി, ചൂടുണ്ടായിരുന്നല്ലോ, എന്നാലും വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അടുത്ത ഇവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ഫുഡൊക്കെ തന്നായിരുന്നു, ഇവിടുത്തെ ആനിമൽസിനെ കൊടുക്കാൻ. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഒട്ടകത്തിനെ കണ്ടു. നല്ല ഒട്ടകം നമ്മളിത് കൊണ്ടുചെന്നപ്പോൾ തന്നെ എല്ലാവരും കൂടെ വന്നു. രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ്, വഴക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവർക്ക് വേണ്ടിയുള്ള പുല്ലൊക്കെ കൊടുത്തു. അപ്പം നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങൾ അതിന് നന്നായിട്ട് കൊടുത്തു. അപ്പം ഏകദേശം ഒരു പാക്കറ്റ് നമുക്ക് തന്നു. അതിന് പൈസയൊന്നും വേണ്ട, ഫ്രീ ആണ്. അപ്പോൾ അത് നമ്മളത് കൊടുത്തു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ആർക്കും കൊടുക്കാതെ ഞാൻ തന്നെ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി എന്താണ് അടുത്തതെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പം നേരെ ഞങ്ങൾ പോയി. ഇത് നമ്മുടെ ഒരു തരം പശുവാണ്, എന്താണെന്ന് അറിയത്തില്ല. നല്ല വലിയ ഒരു പശുവാണ്. പിന്നെ കുറേ ആടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ കുട്ടിയൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണോ എന്താണിത്. നല്ല ഭംഗിയുള്ള ആട്ടുംകുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഫുഡുമായിട്ട് വരുന്നതുകൊണ്ടപ്പോൾ തന്നെ എല്ലാവരും കൂടെ ഓടി വരും. അപ്പോൾ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. താടിയൊക്കെ ഉള്ളതുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ എമുവിനെ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ താറാവാണ് പല ടൈപ്പ്. പിന്നെ കോഴിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടർക്കി കോഴി അങ്ങനെയുള്ളത്. പിന്നെ നമ്മുടെ ഡോങ്കി ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല സംഭവം. ഇത് ഉണ്ടായിരുന്നു. പിന്നെ ഡോങ്കി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ നിറയെ ബേർഡ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അതിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫുഡ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ള ഒരു ഡെക്കറേഷനാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ പുക വരും. അപ്പം അതിങ്ങനെ തൊടുമ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഫുഡ് കൊണ്ട് ചെന്നപ്പോൾ തന്നെ എല്ലാ ബേഡ്സുകളും ഓടി നമ്മുടെ തൊട്ട് വന്നു. അപ്പം എനിക്ക് കൊടുക്കാൻ പേടിയായിരുന്നു. കുത്തുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾ കുട്ടികളും എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു യെല്ലോ കളർ ഉണ്ടായിരുന്നു. പല ടൈപ്പ് ഉണ്ടായിരുന്നു. പല ടൈപ്പ് പേരിൽ അറബിൽ എന്തോ എഴുതി വെച്ചിട്ടിരിക്കുന്നു. അറബ് അറിയാത്തത് കൊണ്ട് നമുക്കറിയത്തില്ല എന്താ ബേഡെന്ന്. അങ്ങനെ അതിനെയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇതാണ് കേട്ടോ ഫുഡ് ഇങ്ങനെ കൊടുക്കാനായിട്ട് നോക്കും. അപ്പം അതിനിടയ്ക്കൊരു റാബിറ്റ് എവിടുന്നാണെന്ന് അറിയത്തില്ല. പിന്നെ തത്തമ്മ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഫുഡ് കൊടുത്തു. ഇതൊന്നും നമ്മളെയൊന്നും ഉപദ്രവിക്കത്തില്ല കേട്ടോ. പക്ഷെ ഭയങ്കര ദേഷ്യമുള്ള പോലെ തോന്നുന്നത് കണ്ടിട്ട്. കൂട്ടിലടയ്ക്കുന്നതിൻ്റെ ഒരു പ്രയാസമായിരിക്കും. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഈ പോകുന്ന വഴികളിലെല്ലാം നല്ല അടിപൊളി പൂക്കളുണ്ടായിരുന്നു. നല്ല തണുപ്പായിരുന്നു കേട്ടോ. വെയിലുണ്ടെങ്കിലും നമുക്ക് ഈ ഇത്രയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു. പിന്നെ വഴി കണ്ടതാണ് കേട്ടോ. ഇത് പുരാതനമായിട്ടുള്ള ഒരു എന്തോ സംഭവം, ഒരു വണ്ടിയാണ്. പിന്നെയും പോകുന്ന വഴിക്ക് ഇവിടെ നമ്മുടെ സൂര്യകാന്തി പൂ കണ്ടു. അതൊക്കെ വാടി തുടങ്ങി. എന്നാലും നല്ല രസമായിരുന്നു. പിന്നെ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇവിടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഫീസും ഉണ്ട് അതുപോലെ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഹോഴ്സ് റൈഡുണ്ട്. അതിന് 2KD ആണ്. അപ്പോൾ അതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു വട്ടം കയറിയിട്ടുള്ളത് കൊണ്ട് അങ്ങോട്ട് പോയില്ല. പിന്നെ നമ്മുടെ ആമച്ചേട്ടനാണ് കിടക്കുന്നത് കേട്ടോ. അങ്ങനെ ആമേനെയൊക്കെ കണ്ടു. പിന്നെ ഇതൊരു ടൈപ്പ് താറാവാണ് കേട്ടോ, അതിനെ കണ്ടു. പിന്നെ നമ്മുടെ ഓസ്ട്രിച്ച് ഒട്ടകത്തിനെയൊക്കെ കണ്ടു. ഇത്രയും അടുത്ത് കാണുക കേട്ടോ. അങ്ങനെ ഇത് വെള്ളം കുടിക്കാനായിട്ടുള്ള ഇതിലാണ്. നമ്മളെ കണ്ടപ്പോഴത്തേക്ക് എത്തി നോക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. അത് കഴിഞ്ഞ് ഇങ്ങനെ അവരെ നോക്കി ഇങ്ങനെ വരികയാണ്.
അന്നേരം നമ്മൾ നടക്കുന്നതനുസരിച്ച് അത് നടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മുടെ കൂടെ തന്നെ. പിന്നെ കുറേ മാനുകളെ കണ്ടു. അങ്ങനെ വീണ്ടും നോക്കി വേറൊരു സെക്ഷനിൽ ചെന്നപ്പോൾ വീണ്ടും അവിടെ ആമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ ഡയറി ഫാമിലേക്ക്, അതായത് നമ്മുടെ ചെടികളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ ഒരുപാട് വെണ്ടയ്ക്ക, ക്യാരറ്റ് അങ്ങനെയുള്ള ഒരുപാട് ഇവിടെ ഉണ്ട്. പിന്നെ അതിനിടയ്ക്ക് തന്നെ കുട്ടികൾക്കായിട്ടുള്ള ഊഞ്ഞാലുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് മേടിക്കാം. അപ്പോൾ അതിന് ഫീസുണ്ട്. അങ്ങനെ ഓരോ ടൈപ്പ് ചെടികളും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നീറ്റാണ് അവിടെ, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കളിക്കാൻ ആയിട്ടുള്ള ഊഞ്ഞാലുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് ഊഞ്ഞാലൊക്കെ ആടുകയാണ്. പിന്നെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്നു പോയി, എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഇനി എന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ പോയി. അപ്പോൾ വഴിയിലൊക്കെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട്, ആളുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് കണ്ടില്ലേ, കുടകളിങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ഇട്ടിട്ടുണ്ട്, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന പരിപാടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ 3 കേടിയും എടുത്ത് എൻട്രൻസ് ഫീസ് കയറിയല്ലോ. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അതായത് ഫ്രഷ് വെജിറ്റബിൾസ് ഉണ്ട്, ജാമുണ്ട്, അച്ചാറുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഏകദേശം ഇരുട്ടാറായി. അപ്പം ഒരു 5:30 ആകുമ്പോൾ തന്നെ ഇവിടെ ഇരുട്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയുള്ളതാണ് ഇതിങ്ങനെ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ഇങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വരുന്നൊരു രസമായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. അപ്പം സൂര്യൻ അസ്തമിക്കാറായി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.